ഓക്കെ, പ്രസൻറ്റേഷൻ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് സെഷൻ ബിഗിൻ ചെയ്യാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അറിയാം, നമുക്ക് 2 ദിവസം മുമ്പേ കുസാറ്റിൻ്റെ ക്യാറ്റ് വിളിച്ചിട്ടുണ്ട്. 27 തൊട്ട് ഫെബ്രുവരി 26 വരെയാണ്, ഒരു മാസം സമയമുണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് കോഴ്സുകൾ, BSc സുവോളജി, BSc സുവോളജി ഏതൊക്കെ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം, പിന്നെ MSc സുവോളജിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സ് ഏതാണ്, ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ കോൾ ഫോർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 27 ടു 26, 27 ജനുവരി ടു 26 ഫെബ്രുവരിയാണ്. എക്സാം നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ഓറിയൻറ്റേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം നടക്കുന്ന ഡേറ്റ് 10th, 11th ആൻഡ് 12th മെയ് ആണ്. ഇതൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ഒരാൾ ഒന്ന് മറുപടി പറയാം. കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ടൈമിങ് 27th ജനുവരി ടു 26th ഫെബ്രുവരി ആണ്. അത് ഓർമ്മയിലുണ്ടാവുക. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഡേറ്റ് 1st ടു 12th മെയ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ലാസ്റ്റ് ഡേറ്റ് 12th എന്നുള്ളതാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. 1st തൊട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി ദാറ്റ് വിൽ ബി ദി ഫൈനൽ ഡേറ്റ്. എന്തെങ്കിലും ചേഞ്ചസ് ഒഫീഷ്യലി വന്നാൽ മാത്രമേ ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാവുള്ളൂ. ക്വിസാറ്റ് ആയതുകൊണ്ട് തന്നെ കാര്യമായ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും പോകുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ക്വിസാറ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട്, ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ക്വിസാറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ക്വിസാറ്റിൻ്റെ മെയിൻ ഹോം സൈറ്റിലേക്ക് പോകും. ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അക്കാദമിക് അഡ്മിഷൻ 2024 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യും. ഈ വിൻഡോയിൽ അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ അപ്ലൈ ഓൺലൈൻ. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ ഈ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയം വരുമ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത് എന്നുള്ളത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യും. എന്നാലും സ്റ്റിൽ നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കി വെക്കുക. കാരണം വെച്ചാൽ സംശയം വരുമ്പോൾ നമ്മൾ നേരെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് പ്രോസ്പെക്ടസ് ആണ്. നമുക്ക് മെയിനായിട്ട് ക്വിസാറ്റിന് 3 ക്യാമ്പസസ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്ന് മെയിൻ ക്യാമ്പസ് ആണ്. ഓക്കെ, അത് കളമശ്ശേരിയിലുള്ള മെയിൻ ക്യാമ്പസ് ആണ്. അതാണ് ക്യാമ്പസ് 1 എന്ന് പറയുന്നത്. ഇപ്പോൾ ബയോടെക്നോളജി, മൈക്രോബയോളജി കോഴ്സുകളൊക്കെ മെയിൻ ക്യാമ്പസിലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അടുത്തത് കുട്ടനാട് ക്യാമ്പസ് ആണ്. അവിടെ ഈ ബയോടെക്നോളജി അവിടെ കുട്ടനാട് ക്യാമ്പസിലും ഉണ്ട്. കുട്ടനാട് ക്യാമ്പസ് ആണ് സെക്കൻഡ് ആയിട്ടുള്ള ക്യാമ്പസ് എന്ന് പറയുന്നത്. അതാണ് റെഫറൻസ് ക്യാമ്പസ് 2. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ലേക്ക് സൈഡ് ക്യാമ്പസ് ആണ് മൂന്നാമത്തത്. ലേക്ക് സൈഡ് ക്യാമ്പസിലാണ് നമുക്ക് സുവോളജിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള മറൈൻ ബയോളജി ഉള്ള ക്യാമ്പസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ തന്നെ, എറണാകുളത്ത് തന്നെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം, ഇത്രയേ ഉള്ളൂ. മെയിൻ ക്യാമ്പസിന് 12 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമുള്ള ലേക്ക് സൈഡ് ക്യാമ്പസ് ആണ് അടുത്തത്. അവിടെയാണ് മറൈൻ ബയോളജി, ഇൻഡസ്ട്രിയൽ ഫിഷറീസൊക്കെ വരുന്നത്. അപ്പം ഇത്രയാണ് ക്യുസാറ്റിൻ്റെ ക്യാമ്പസസ് എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസ് കുറച്ചുണ്ട്. അതൊക്കെ സെൽഫ് ഫിനാൻസിങ് ആണ്. എയ്ഡഡ് ആയിട്ടുള്ളൊരു കോളേജും ഇല്ല, അതും ശ്രദ്ധിക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ജനറൽ കാറ്റഗറിക്കാർക്ക് ഫീസ് എന്ന് പറയുന്നത് 1200 ആണ്. നമ്മൾ ക്യുവറ്റിൻ്റെ കേസ് പറഞ്ഞതുപോലെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് പറഞ്ഞതുപോലെ 2 കോഡ് നിങ്ങൾക്ക് ഈ പറയുന്ന 1200 മാർക്ക് ചെയ്യാം. 2 ടെസ്റ്റ് കോഡ്, 2 എക്സാം എഴുതാനുള്ള കോഡ് നിങ്ങൾക്ക് ഇതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അതിന് 600 രൂപ വെച്ചിട്ടാണ് ഫീസ് ഉണ്ടാവുക. 500 രൂപ വെച്ചിട്ടാണ് ഫീസ് ഉണ്ടാവുക. SC/ST കാരുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഫീസ് എന്ന് പറയുന്നത് 600. വേറെ ആർക്കും ആപ്ലിക്കേഷൻ ഫീസിൽ ഒരു ഇളവില്ല. SC/ST കാർക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസ് ഒരു 50% റിഡക്ഷൻ ഉള്ളത്. ബാക്കി എല്ലാവരും 1200 വെച്ചിട്ട് പേ ചെയ്യണം. ഇതിന് പുറമെ നിങ്ങൾ കുറേ കാറ്റഗറീസ് ഉണ്ട് ഇതിൽ. അതായത് ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ ഗൾഫ് വർക്കേഴ്സ്, NRI, ഇൻ്റർനാഷണൽ, പിന്നെ ഓൾ ഇന്ത്യ കോട്ട. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീസ് സെയിം ആണ്, പക്ഷേ ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ അഡ്മിഷൻ കോട്ടയും ഡിഫറൻ്റ് ആയിരിക്കും. അപ്ലൈ ചെയ്യേണ്ട ഫീസ് എല്ലാവർക്കും സെയിം ആണ്. അതേസമയം കോട്ട വേറെ തന്നെ ഇവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് വേറെ ഉണ്ടാവും.
അപ്പം ഓൾ ഇന്ത്യ കോട്ടേൻ്റെയും സ്റ്റേറ്റ് മെറിറ്റിൻ്റെയും ഫീസ് സെയിം ആയിരിക്കും, ജനറൽ കാറ്റഗറിയാണ്. NRIസിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെത്, പിന്നെ ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ ഗൾഫ് വർക്കേഴ്സ്, ഇവരെയൊക്കെ ഫീസ് മാറും. ഓക്കെ, അതിനനുസരിച്ചിട്ട് മാറും. ഇവർക്ക് സ്പെഷ്യൽ കോട്ടയാണുള്ളത്. അപ്പം മെറിറ്റ് കോട്ടയിൽ കിട്ടാത്തവർക്ക് അതിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇഫ് യു ആർ NRI അല്ലെങ്കിൽ സൺ ഓർ ഡോട്ടർ ഓഫ് ദി ഇന്ത്യൻ ഗൾഫ് വർക്കേഴ്സ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഫീസ് അധികം കൊടുക്കേണ്ടി വരും. അപ്ലിക്കേഷൻ അല്ല, മറിച്ച് ട്യൂഷൻ ഫീസ് അധികം ഉണ്ടാവും. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്ലിക്കേഷൻ ലെവൽ ഇത് മാത്രമേ ഉള്ളൂ. നൗ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ 19 സീറ്റാണ് ജനറൽ മെറിറ്റിൽ ഉണ്ടാവുക. ഈ 19 സീറ്റിൽ 10 സീറ്റ് കേരള സ്റ്റേറ്റ് സ്റ്റുഡൻസിനായിരിക്കും, 9 സീറ്റ് ഈ പറയുന്ന ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് ആയിരിക്കും. ഇത് രണ്ടിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് വേറെ നോക്കണം. നമ്മൾ കേരള സ്റ്റേറ്റ് കോട്ടയാണ് നമ്മളെ മെയിൻ ടാർഗറ്റ് എങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി AIQ സ്റ്റാറ്റസിലും കൂടെ വരും. ഞാൻ നേരത്തെ പറഞ്ഞ വേറെ കുറച്ച് സ്റ്റാറ്റസ് പറഞ്ഞു, NRI, പിന്നെ സൺ ഓർ ഡോട്ടർ ഓഫ് ഗൾഫ് വർക്കേഴ്സ്, ഇൻ്റർനാഷണൽ, ഇതിലൊന്നും നമുക്ക് പറ്റില്ല ഇഫ് യു ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്ന ജനറൽ കോട്ടേൻ്റെ കാറ്റഗറിയിൽ വരുമ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിലും വരും. പക്ഷേ കേരള സ്റ്റേറ്റുകാർ കഴിഞ്ഞു ഓൾ ഇന്ത്യ കോട്ടയിൽ ജനറൽ അഡ്മിഷൻ കുറയുമ്പോൾ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മാത്രം, ഒഴിഞ്ഞു കിടക്കുമ്പോൾ മാത്രമേ കേരള സ്റ്റേറ്റിൽ നിന്ന് ഈ 50%ലേക്ക് കയറുള്ളൂ. ഓക്കെ, അപ്പം കേരള സ്റ്റേറ്റും ഓൾ ഇന്ത്യ കോട്ടയും 50-50 ആയിരിക്കും ഓൾമോസ്റ്റ്. 10-9 എന്ന് പറയുന്ന കാറ്റഗറി, അത് മറൈൻ ബയോളജിയുടെ കേസാണ് ഞാൻ 10-9 പറയുന്നത്. ഓരോ കോഴ്സിനും നമ്പർ ഓഫ് അഡ്മിറ്റ്സ് മാറിക്കൊണ്ടേയിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരു രജിസ്ട്രേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് അടുത്ത 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർമ്മയിൽ ഉണ്ടാവണം. ഇത് ഈ പോർഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇവിടെ കൊടുക്കുന്ന ഇമെയിൽ ID ആയിരിക്കും നിങ്ങൾ ലൈഫ് ലോങ് ഇൻ കേസ് അവിടെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിലും നിങ്ങളുടെ ID ആയിട്ട് അവിടെ വരിക, അതായിരിക്കും. അതുകൊണ്ട് മൊബൈൽ നമ്പറും ഇമെയിൽ IDയും നിങ്ങളുടെ പേഴ്സണൽ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ അപ്ഡേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയണമെങ്കിലും നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യം ഈ സ്റ്റെപ്പ് 1 പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ജസ്റ്റ് യൂസർ നെയിം പാസ്വേഡ് അറിയാനുള്ളതാണ്. കോമൺ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമേ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. നിങ്ങളെ മാത്രം സംബന്ധിക്കുന്ന പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഈ മൊബൈൽ നമ്പറിലേക്കോ ഇമെയിൽ IDയിലേക്കോ ആണ് വരിക. അതുകൊണ്ട് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ IDയും നിങ്ങളുടേതാണെന്നും ആക്റ്റീവ് ആണെന്നും ഉറപ്പുവരുത്തുക. അപ്പം യൂസർ നെയിം പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതിരിക്കുക, നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ കറക്റ്റ് ആയിരിക്കുക, നിങ്ങളുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഓരോ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക. ഓക്കെ, 16.1, 16.5, 16.6 എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റാറ്റസിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോമൺ ആയിട്ട് കേരള സ്റ്റാറ്റസ് വെച്ചിട്ടുള്ളൊരു ഓറിയൻറ്റേഷനാണ് ഇപ്പോൾ തരുന്നത്. ബാക്കിയുള്ള നിങ്ങൾ വായിച്ച് നോക്കുക. അല്ലാത്തവർ NRI സ്റ്റാറ്റസ് ഉള്ളവർ അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ ഗൾഫിൽ വർക്ക് ചെയ്യുന്നതും അതേസമയം നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുമായിട്ടുള്ള ആൾക്കാരെയാണ് ഈ പറയുന്ന ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് കൺട്രീസ് എന്ന് പറയുന്നത്. NRI എന്ന് പറയുന്നത് +2 വരെ അവിടെ തന്നെ പഠിച്ച അല്ലെങ്കിൽ ഡിഗ്രി, അതായത് തൊട്ട് നിങ്ങൾ ഏത് അഡ്മിഷനാണ് ഈ കാറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് മീൻ ഫോർ ബോത്ത് PG ആൻഡ് UG. അപ്പോൾ നിങ്ങൾ ഈ അഡ്മിഷൻ ഏതിനാണോ അപ്ലൈ ചെയ്യുന്നത് അതുവരെ പുറത്തുള്ളവരെയാണ് NRI എന്ന് പറയുന്നത്. അപ്പോൾ അത് കാറ്റഗറി നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. കേരള സ്റ്റാറ്റസ് ആണ് 16.1 എന്ന് പറയുന്നത്. ആ സ്റ്റാറ്റസ് നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഈ സ്റ്റെപ്പ് 2. ഞാൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നിങ്ങളെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, അതും ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യാം. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് പ്രോഗ്രാം സെലക്ഷൻ ആണ്. പ്രോഗ്രാം സെലക്ഷൻ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളത് എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞപാട് പറയും. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. കാരണം ഇതിൻ്റെ ഒരു റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യില്ല ഞാൻ. അപ്പം അതുകൊണ്ട് ഏതൊക്കെ കോഴ്സുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഈ സ്റ്റെപ്പ് 4 പ്രോഗ്രാം ചൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ സുവോളജി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമായിരിക്കും മെൻഷൻ ചെയ്യുക, അല്ലാതെ BTech MBA അങ്ങനെയുള്ള യാതൊരു കാര്യവും പറയില്ല.
അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. വോക്ക് ഉണ്ട്, വൊക്കേഷണൽ സ്റ്റഡീസ് ഉണ്ട്, ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊന്നും ഞാൻ മെൻഷൻ ചെയ്യില്ല. ഞാൻ പറയുന്നത് സുവോളജി ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് മാത്രമായിരിക്കും. നൗ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഷോർട്ട് പ്രിവ്യൂ ആണ്. അപ്പോൾ സ്റ്റെപ്പ് 4 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതുവരെ ഫിൽ ചെയ്ത എല്ലാ സംഗതികളും വരും. അത് കൃത്യമായി വായിച്ച് നോക്കുക. കാരണം പ്രിവ്യൂ കഴിഞ്ഞ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സ്റ്റെപ്പ് 1 to 4 ഒരു കാര്യം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പ്രിവ്യൂവിൽ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ അടിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അതുവരെ അപ്ലൈ ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് പോകും. പിന്നെ വേറെ യൂസർ നെയിമും പാസ്വേഡും വേറെ മൊബൈൽ നമ്പറും വേറെ ഇമെയിൽ ID അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. നിങ്ങൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. ആ പേയ്മെൻറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ UPI പേയ്മെൻറ്റ് ഉപയോഗിച്ചോ നെറ്റ് ബാങ്കിങ് വഴിയോ ഫീസ് അടക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ ആയിട്ടുള്ള 1200 രൂപയോ അല്ല SCST ആണെങ്കിൽ 600 രൂപ. പിന്നെ അഡീഷണൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ടെസ്റ്റിനും 500 രൂപ വെച്ചിട്ടും അഡീഷണൽ പേയ്മെൻറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്ന ടെസ്റ്റ് കോഡും നിങ്ങളവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മിക്കണം. അത് ഏതൊക്കെയാണ് ടെസ്റ്റ് കോഡ് എന്നുള്ളതും ഞാൻ ഈ ഓറിയൻറ്റേഷനിൽ പറയും. അപ്പോൾ കോഴ്സിനനുസരിച്ചിട്ട് ടെസ്റ്റ്, കാരണം ഒരു കോഴ്സിന് തന്നെ ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ബയോളജിക്കാർ, ഇപ്പോൾ മറൈൻ ബയോളജി എടുക്കുകയാണെങ്കിൽ സുവോളജിക്കാർക്ക് എഴുതാം, ബോട്ടണിക്കാർക്ക് എഴുതാം, മൈക്രോബയോളജിക്കാർക്ക് എഴുതാം, ബയോടെക്നോളജിക്കാർക്ക് എഴുതാം, ബയോകെമിസ്ട്രിക്കാർക്ക് എഴുതാം. ഇപ്പോൾ ഇവർക്കൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് അവരവരുടെ ഗ്രാജുവേറ്റ് ലെവൽ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് ഉണ്ടാവും ഒരേ കോഴ്സിലേക്ക് തന്നെ. അപ്പോൾ സുവോളജിക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കോഴ്സ് ഏതാണ്, ടെസ്റ്റ് കോഡ് ഏതാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യും. അതുപോലെ നിങ്ങൾ ചെയ്യാം. അപ്പം സ്റ്റെപ്പ് 6 കഴിഞ്ഞ് പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ ദി സെൻറ്റർ സെലക്ഷൻ. അപ്പോൾ നിങ്ങൾ അറ്റ് ദ ഏർലിയസ്റ്റ് ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന കാറ്റ് എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ കിട്ടും എന്നുള്ളതാണ്. കാരണം കുറേ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, മറിച്ച് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ്സിനനുസരിച്ചിട്ടുള്ള സെൻറ്ററാണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ ഏർലി രജിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലും ഒരു സെൻറ്റർ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർക്കും അവനവൻ്റെ ഡിസ്ട്രിക്റ്റിൽ തന്നെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ NRI സെൻറ്റേഴ്സും ഉണ്ട്, അതർ സ്റ്റേറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ന്യൂഡൽഹിയിലുണ്ടാവും, ചെന്നൈയിലുണ്ടാവും, മുംബൈയിലുണ്ടാവും, അങ്ങനെയുള്ള അതർ സ്റ്റേറ്റ് സെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെൻറ്റർ ചൂസ് ചെയ്യണമെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സെൻറ്ററിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, കാൻഡിഡേറ്റ് ഷുഡ് സെലക്ട് വൺ ഓഫ് ദ ടെസ്റ്റ് സെൻറ്റർ വേർ സീറ്റ്സ് ആർ അവൈലബിൾ. അപ്പോൾ അതുകൊണ്ട് ഏർലി ആണെങ്കിൽ മാത്രമേ ഈ ഒരു ചോയ്സ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതിന് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫൈനൽ പ്രിവ്യൂ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി BSc സുവോളജി ബേസ്ഡ് ആയിട്ടുള്ള MSc പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഓരോ കോഴ്സിൻ്റെ നേരെയും ഓരോ കോട്ട മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ NRI എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ്. DAC എന്ന് പറയുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആണ്. അതുപോലെ തന്നെ IDC വേറെ ഉണ്ട്. ഇവിടെ ഫിസിക്കലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് മെൻ്റലി ഉള്ള ഓപ്ഷൻസ് ആണ് IDC എന്ന് പറയുന്നത്. ദെൻ കേപ്പ എന്ന് വെച്ചാൽ കേരള പോലീസ് അക്കാദമി, ഫോറൻസിക് സയൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കേരള പോലീസ് അക്കാദമി കോട്ടയുണ്ട്. ഓക്കെ, അവിടെ അത് കേരള പോലീസ് അക്കാദമി കോട്ടയുണ്ട്. അതിലേക്കും ഓപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ സ്പോർട്സ് കോട്ട ഉണ്ട്, സ്പോൺസേർഡ് സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ MP, MLA അല്ലെങ്കിൽ മന്ത്രി അങ്ങനെയുള്ള VIPസിൻ്റെ സ്പോൺസേർഡ് സീറ്റ്സ് ഉണ്ടാവും, അതിൽ അപ്ലൈ ചെയ്യാം അങ്ങനെ ഉള്ളവർ. ദെൻ ട്രാൻസ്ജെൻഡറിന് ഒരു കോഴ്സിന് 1 or 2 വെച്ച് ഒരു സ്ട്രീമിൽ ഇത്ര എണ്ണം എന്നുള്ളൊരു കണക്കിന് ട്രാൻസ്ജെൻഡേഴ്സിനും ഓപ്ഷൻ ഉണ്ട്. ദെൻ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഉണ്ട്. ഇപ്പം OBC എന്ന് പറയുന്ന സംഗതി. നൗ കുസാറ്റ് സ്റ്റാഫിലുള്ളവർക്ക്, കുസാറ്റ് സ്റ്റാഫായിട്ടിരിക്കുന്നവർക്കും കോട്ട ഉണ്ട്. എല്ലാ കോഴ്സിനും ഉണ്ടാവില്ല, ചില കോഴ്സിനായിരിക്കും. ആ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ലക്ഷദ്വീപ് കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ കോട്ട 19 കഴിഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് വരുന്ന കോട്ടയാണ്. അത് ഓരോ കോഴ്സിന് നേരെയും മെൻഷൻ ചെയ്യുന്നത് കാണാം.
അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രിഫേർഡ് കോഴ്സ് വിച്ച് ഈസ് ഇക്വലന്റ് ടു MSc സുവോളജി എന്ന് പറയുന്നത് MSc മറൈൻ ബയോളജി ആണ്. ഇതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ഇഫ് യു ആർ ഗോയിങ് ടു ലീഡ് യുവർ പ്രൊഫഷണൽ ലൈഫ് ഇൻ സുവോളജി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യേണ്ട കോഴ്സ് എന്ന് പറയുന്നത് MSc ഇൻ മറൈൻ ബയോളജി ആണ്. PSc ഇക്വാലൻ്റ് ഉള്ളതാണ്. +2 പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും, കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും, സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. ഓക്കെ, മറൈൻ ബയോളജി കഴിഞ്ഞ ഒരാൾക്ക്. അപ്പം ഈക്വലൻ്റ് ബോത്ത് MSc ബോട്ടണി MSc കെമിസ്ട്രി ആണ്. നിങ്ങളെ ഡിഗ്രി അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ MSc ഏതാണെന്ന് തീരുമാനിക്കുന്നത്. MSc ബോട്ടണി കഴിഞ്ഞാൽ MSc മറൈൻ ബയോളജി കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു MSc ബോട്ടണി. പിന്നെ BSc ബോട്ടണി കഴിഞ്ഞാൽ MSc മറൈൻ ബയോളജി, BSc സുവോളജി കഴിഞ്ഞാൽ MSc മറൈൻ ബയോളജിയാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വലൻ്റ് ടു MSc സുവോളജി. സോ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. അപ്പോൾ മറൈൻ ബയോളജി എന്ന് പറയുന്നത് ഈക്വലൻസി ടു ബോത്ത് സുവോളജി ആൻഡ് ബോട്ടണിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് ഇതായിരിക്കണം. ഓക്കെ, സുവോളജിയിലാണ് നിങ്ങളുടെ ഭാവി എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ യു ഹാവ് ടു അപ്ലൈ ഫസ്റ്റ് ഇൻ ദി മറൈൻ ബയോളജി സെഷൻ. അപ്പം അതിൽ മിനിമം റിക്വയർഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 55% മാർക്കാണ്. അതിൽ ഈ OBCയിൽ എന്തുണ്ട്, അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആ കമ്മ്യൂണിറ്റിക്ക് 50% മതി. അപ്പോൾ 55 ആണ് ജനറൽ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. 50 മതി SC/ST-കാർക്കോ അല്ലെങ്കിൽ NE-OBC ആയിരിക്കും. NE-OBC-കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള OBC-കാർക്ക്. അപ്പം ടോട്ടൽ സീറ്റ്സ് അവൈലബിൾ 19 എന്ന് പറയുന്നത് ജനറൽ സീറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 + 9 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരും. നോർമലി അവിടെ ഇപ്പോൾ സ്റ്റുഡൻസ് ഉണ്ടാവുക ഒരു 24 to 27 റേഞ്ചിലായിരിക്കും സ്റ്റുഡൻസ് ഉണ്ടാവുക. അപ്പം ഇതിൽ സൂപ്പർ ന്യൂമററി സീറ്റ്സ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ 2 NRI വരികയാണെങ്കിൽ മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, 2 NRI കോട്ട ഉണ്ട്, 2 EWS ഉണ്ട്, എക്കണോമിക്കലി ലോ സെഷൻ ആണ് ഒന്ന്, പിന്നെ DAC ഒന്നുണ്ട്, അതുപോലെ തന്നെ IDC ഉണ്ട്. DAC എന്ന് പറയുന്നത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്, ഡിസേബിൾഡ് ആണ്. IDC എന്ന് പറയുന്നത് ഓട്ടിസം, മെൻ്റൽ റിട്ടാർഡേഷൻ അങ്ങനെയുള്ളവരാണ്. ട്രാൻസ്ജെൻഡറിന് 2 കോട്ട ഉണ്ട്, 1 ലക്ഷദ്വീപ് ഉണ്ട്. അപ്പം എല്ലാ കോഴ്സിനും എല്ലാ കോട്ടയും, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കോട്ടയും ഉണ്ടാവില്ല, കോഴ്സിനനുസരിച്ചിട്ട് ആ കോട്ട മാറിക്കൊണ്ടേയിരിക്കും. ഇത് സൂപ്പർ ന്യൂമററി സീറ്റ്സ് ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം സൂപ്പർ ന്യൂമററി സീറ്റ്സ് ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ബാക്കി സീറ്റ്സ് 10+9 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിലേക്ക് പോകും. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ നോർമലി കാണുന്ന കേരളൈറ്റ് റിസർവേഷൻ ഉണ്ടല്ലോ, ആ റിസർവേഷനും പാലിക്കപ്പെടും ഈ ജനറൽ സീറ്റ്സിൽ. ഇപ്പോൾ 19 സീറ്റ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശരിക്കും മത്സരിക്കേണ്ടി വരിക. ബാക്കിയുള്ള സീറ്റിലേക്ക് നിങ്ങൾക്ക് മത്സരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് NRI ആണെങ്കിൽ പറ്റും. ഓക്കെ, NRI എന്ന് പറയുമ്പോൾ ഡിഗ്രിയും നിങ്ങൾ പുറത്ത് ചെയ്തിരിക്കണം. നെക്സ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഗതിയാണ് ടെസ്റ്റ് കോഡ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ അവസാനം ഒന്നും കൂടെ മെൻഷൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് കോഡ് 601, 602, 608, 611, 615 എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് 615 ആണ്, സുവോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഞാൻ അവസാനം പറയാത്. MSc ഇൻ ഫോറൻസിക് സയൻസ് ആണ്. ഓക്കെ, MSc ഫോറൻസിക് സയൻസ് വൺ ഓഫ് ദ ഹൈലി ഡിമാൻഡിങ് കോഴ്സ് ആണ്, ബട്ട് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു MSc സുവോളജി. നിങ്ങൾ അടുത്തൊരു ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഫോറൻസിക് സയൻസ് ആണ്. നിങ്ങൾ മറൈൻ ബയോളജീൻ്റെ ഫീസ് സെമസ്റ്ററിന് 7000 സംതിങ് ആണ് വരിക, ഇപ്പോൾ ഉള്ള ഫീസാണത്. അതേസമയം മാറിയേക്കാം, നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. എനിവേ 10,000 താഴെ ആയിരിക്കും ആ ഫീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൂട്ടിക്കഴിഞ്ഞാലും ഒരുപാടൊന്നും കൂടില്ല. അതേസമയം MSc ഇൻ ഫോറൻസിക് സയൻസിൻ്റെ ഫീസ് എന്ന് പറയുന്നത് സെമസ്റ്ററിൽ 22,000 സംതിങ് ആണ്. ഞാനിത് പറയുന്നത് കേരള സ്റ്റാറ്റസ് ഉള്ള കുട്ടികൾക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റസ് മാറുന്നതിനനുസരിച്ചിട്ട് ഫീസ് മാറും. ഓക്കെ, ഫോറൻസിക് സയൻസിന് 22 സംതിങ് ആണ് സെമസ്റ്റർ ഫീ ആയിട്ട് വരിക. ഓക്കെ, ഇതിൽ നമുക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വൺ ഓഫ് ദി ഡിമാൻഡിങ് ആണ്. ഇപ്പോൾ 15 സീറ്റ്സ് ആണ് അവൈലബിൾ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെസ്റ്റ് കോഡ് നിങ്ങൾക്ക് വേറെ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. 625 വേറെ തന്നെ ടെസ്റ്റ് കോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസും മാറ്റാണ്. എല്ലാ കോഴ്സും, എല്ലാ ഗ്രാജുവേറ്റ് കോഴ്സും ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും ഈ ഫോറൻസിക് സയൻസിൻ്റെ കേസിൽ വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കെമിസ്ട്രി അടക്കം വരും. ഓക്കെ, 625 ആണ് അതിൻ്റെ ടെസ്റ്റ് കോഡ് വരുന്നത്. ഇതും നിങ്ങൾക്ക് അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുവേ, അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ടെസ്റ്റ് കോഡൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക നിങ്ങൾ. അടുത്ത നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഗതിയാണ് MSc എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അതും വൺ ഓഫ് ദ ഹൈലി ഡിമാൻഡിങ് ആണ്. പ്രത്യേകിച്ച് വിദേശത്ത്, ഇപ്പം അറബ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ മറൈൻ സയൻസിനും ഡിമാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഡിമാൻഡ് ഉണ്ട്. നമ്മളെ ബേസിക് സുവോളജി MScക്ക് യാതൊരു ഡിമാൻഡും അവിടെ ഇല്ല.
അപ്പോൾ അങ്ങനെ അറേബ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ പുറത്തേക്കോ വിദേശത്തോ പോകുന്നവർക്ക് അതായിരിക്കും കുറച്ചും കൂടെ നല്ല കോഴ്സ്. നിങ്ങളുടെ ടാർഗറ്റ് പോലെ ഇരിക്കും. നിങ്ങൾ ഇവിടെ കഴിഞ്ഞ് ഭാവി എന്ത് എന്നതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ഏത് കോഴ്സ് ചെയ്യും എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സാണ് കുസാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾക്ക് ഇവിടെ കോഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 601, 604. ഇതിനൊരു വേറൊരു ഡിഫക്റ്റ് ഉണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മെൻഷൻ ചെയ്യാം. അതായത് കോഴ്സിൻ്റെ ഡിഫക്റ്റ് അല്ല, നമ്മൾ എക്സാം എഴുതുമ്പോൾ ഈ കോഡൊക്കെ ചിലപ്പം ഒരേ സ്ലോട്ടിൽ വരുന്നതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1-2 കോഴ്സ് എഴുതാൻ പറ്റിയില്ല എന്ന് വരും. അത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ MSc എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇത് സുവോളജിക്കാർക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കോഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 601 to 604 അപ്ലൈ ചെയ്യാം, പിന്നെ 607, പിന്നെ 611. ഇത് 611 എന്ന് പറയുമ്പോൾ ലൈഫ് സയൻസ് ആണ്, ടോട്ടൽ ലൈഫ് സയൻസ് സിലബസ് വരുന്നതാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് MSc ബയോടെക്നോളജി ആണ്. MSc ബയോടെക്നോളജിക്ക് എല്ലാ ലൈഫ് സയൻസ് സബ്ജക്റ്റും കവർ ചെയ്യുന്ന തരത്തിലുള്ള ടെസ്റ്റ് സിലബസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 601 എന്ന് പറയുന്നത് അതാണ്. അതുപോലെ MSc മൈക്രോബയോളജി ഉണ്ട്. മൈക്രോബയോളജി കുറച്ചും കൂടെ ടഫായിട്ടുള്ള എക്സാം സിലബസ് ആണ്. കാരണം മൈക്രോബയോളജി പഠിച്ചവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് വരുന്ന തരത്തിലാണ്. അതേസമയം ബയോടെക്നോളജി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള സിലബസ് ആണ്. നമുക്കിതിൽ മൈക്രോബയോളജി നമുക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ടെസ്റ്റ് സിലബസ് എന്ന് പറയുന്നത്, ഈ കോമൺ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ടഫാണ് മൈക്രോബയോളജി ആസ് ഫാർ ആസ് സുവോളജി സ്റ്റുഡൻസ് ആർ കൺസേൺഡ്. സുവോളജിക്കാർക്ക് കുറച്ചും കൂടെ ടഫായിരിക്കും അത്. ഓക്കെ, ഇപ്പം ബയോടെക്നോളജി പക്ഷേ അങ്ങനെയല്ല. സുവോളജി പഠിച്ച അതേ കണ്ടന്റ് തന്നെയാണ് ബയോടെക്നോളജിയുടെ ടെസ്റ്റ് സീരീസിൽ ഉണ്ടാവുക. അതിൽ കോഡഡ് സുവോളജി, നോൺ കോഡഡ് സുവോളജി പോർഷൻസ് കുറയുമെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കണ്ടന്റും നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. MSc മൈക്രോബയോളജി മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അടുത്ത് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഗതിയാണ് MSc ഇൻ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് എന്ന് പറയുന്നത്. അത് ഒരു വൊക്കേഷണൽ കോഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. ഡിമാൻഡിങ് തന്നെയാണ്, പക്ഷെ അത് ഡിപ്പെൻസ് ഓൺ യു ആണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഫിഷറീസ് നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തെ ഒരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ഫിഷറീസിൽ. ഓക്കെ, അപ്പം അതിലും സുവോളജി ബേസിക് ഡിഗ്രി ആയിട്ട് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 19 സീറ്റ് ഉണ്ട്. അതിലും ടെസ്റ്റ് കോഡ് നിങ്ങൾ നോക്കുക. സുവോളജിക്കാരെ അതേ ടെസ്റ്റ് കോഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, 615 എന്ന് പറയുന്നത്. നൗ മാസ്റ്റർ ഓഫ് ഫിഷറി സയൻസ് ആണ് അടുത്തത്. മാസ്റ്റർ ഓഫ് ഫിഷറി സയൻസ് ഇൻ സീ ഫുഡ് സേഫ്റ്റി ആൻഡ് ട്രേഡ്. ഓക്കെ, അപ്പം അതാണ് അടുത്ത ഒരു നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അതിൽ 20 സീറ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ ടെസ്റ്റ് കോഡിൽ നമ്മൾ 615 കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 615 എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആക്സസ് ടു MSc മറൈൻ ബയോളജി, MSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, ദെൻ MSc മാസ്റ്റർ ഓഫ് ഫിഷറി സയൻസ്. ഇതിൽ മൂന്നിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒറ്റ ടെസ്റ്റായിട്ടാണ് ഈ 615 നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അടുത്തത് മാസ്റ്റേഴ്സ് ഇൻ ബയോ എത്തിക്സ് ആണ്. ഇതിൻ്റെ ഒരു ഡിമാൻഡിനെ കുറിച്ച് കൂടുതലായിട്ട് വലിയ വിവരം ഇല്ല. അത് പഠിച്ചു വരണം അത്ര എന്താണ് ബയോ എത്തിക്സിൻ്റെ ഒരു ഡിമാൻഡ് എന്നുള്ളത്. സ്റ്റിൽ 30 സീറ്റ് അവൈലബിൾ ആണ്. അത് നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം നമുക്ക് ഇതും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ ഇത് വേറെ തന്നെ ടെസ്റ്റാണ്. ഇപ്പം ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോടെക്നോളജി, മൈക്രോബയോളജി, ഈ ബയോ എത്തിക്സ്, അതുപോലെ തന്നെ ഫോറൻസിക് സയൻസ് വേറെ തന്നെ ടെസ്റ്റാണ്. കോമൺ ആയിട്ടുള്ള ടെസ്റ്റുകളിൽ വരില്ല. ഓക്കെ, ഇത്രയും കോഴ്സുകളാണ് നമുക്ക് BSc സുവോളജി കഴിഞ്ഞ ഒരാൾക്ക് MSc പ്രോഗ്രാമായിട്ട് കുസാറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ. നൗ സ്പെസിഫിക്കേഷനും ടെസ്റ്റ് കോഡുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം 601 എന്ന് പറയുന്നത് ബയോടെക്നോളജി ടെസ്റ്റ് കോഡാണ്. അപ്പോൾ അതിൽ 150 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് എല്ലാ ലൈഫ് സയൻസ് സബ്ജക്റ്റും, ഗ്രാജുവേറ്റ് ലെവലിലുള്ള ലൈഫ് സയൻസ് സബ്ജക്റ്റും കവർ ചെയ്യുന്നതായിരിക്കും. ബയോടെക്നോളജി ആയിരിക്കും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ബയോടെക്നോളജി അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. അതായിരിക്കും മെയിൻ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ. അതിൻ്റെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഡിഗ്രി സബ്സിഡിയറി ആയിട്ട് പഠിച്ച ബോട്ടണി ഉണ്ടാവും, പിന്നെ സുവോളജി ഉണ്ടാവും, അതുപോലെ തന്നെ കെമിസ്ട്രിയും കൂടെ ചേർന്ന് വരും. അതായത് ഡിഗ്രിക്ക് പഠിച്ച കെമിസ്ട്രി, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ബയോടെക്നോളജി ടെസ്റ്റ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഉണ്ടാവും. നൗ 602 എന്ന് പറയുന്നത് ബോട്ടണിയാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയേ വേണ്ട. 604 എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. ഞാനിത് മെൻഷൻ ചെയ്യാൻ കാരണം ഓരോ കോഴ്സിന് നേരെയും ടെസ്റ്റ് കോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഇപ്പോൾ 604, ഇപ്പോൾ മറൈൻ ബയോളജിക്കാർ എഴുതുന്നതിൽ ഈ കെമിസ്ട്രി 604 ഉണ്ടാവും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 604 കൂടെ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം. അപ്പോൾ നമ്മൾ ഈ കോഡ് കൊടുക്കരുത് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം. 602 നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യരുത്, 604 ചൂസ് ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കാം.
കാരണം 602 നിങ്ങൾ മറൈൻ ബയോളജിക്ക് 602 കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് പ്യുവർ ബോട്ടണി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം നിങ്ങൾ മുകളിലേക്ക് നോക്കിയിരിക്കേ ഉള്ളൂ. അടുത്തത് 607 ആണ്, അത് എഞ്ചിനീയറിംഗ് സയൻസ് ആണ്. അതും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ കോഴ്സിനായിരിക്കും കുറേ കോഡ് കാണും, അതിൽ ഏത് കൊടുക്കണം എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരിക്കലും 602 കൊടുക്കരുത്, 604 കൊടുക്കരുത്, 607 കൊടുക്കരുത്. കാരണം എഞ്ചിനീയറിംഗ് സയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. 608 നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കോഡാണ്, ഫിഷറീസ് അല്ലെങ്കിൽ ഫിഷറീസ് സയൻസ് ബേസിലാണ്. പക്ഷേ ഈ 608 എഴുതാതെ തന്നെ നമുക്ക് 615 ഈ 608 ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഇത് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. 611 നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് ഈ ബയോടെക്നോളജിയുടെ 601 കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സിലബസ് ആയിരിക്കും 611. സോ ദിസ് വിൽ ബി കംപ്രൈസിങ് ഓൾ ദ ലൈഫ് സയൻസ് ടോപ്പിക്. അപ്പം ബയോടെക്നോളജി എന്ന് പറയുന്ന ഒരു പ്രോമിനൻസ് ഞാനിവിടെ പറഞ്ഞു. അതൊന്നും ഇല്ലാതെ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് വെയിറ്റേജും കൊടുത്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ പറയുന്ന ലൈഫ് സയൻസിൽ ഉണ്ടാവുക. അപ്പം അതിൽ എല്ലാ കാര്യങ്ങളും വരും. ബയോകെമിസ്ട്രി ഉണ്ടാവും, ജെനറ്റിക്സ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അത് സുവോളജിയും ബോട്ടണിയും ഒക്കെ ഉണ്ടാവും. 611. 615 സുവോളജി. ഇതാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട കോഡ് എന്ന് പറയുന്നത് 615 ആണ്. ഓക്കെ, അപ്പോൾ 615 സുവോളജീൻ്റെ കോഡ് ഞാൻ പറഞ്ഞു ഏതൊക്കെയാണെന്ന് പറഞ്ഞു. 615 കൊടുത്തു കഴിഞ്ഞാൽ മറൈൻ ബയോളജി പെടും, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് വരും, അതുപോലെ മാസ്റ്റർ ഓഫ് ഫിഷറി സയൻസും വരും. ഒറ്റയടിക്ക് 3 കോഴ്സിന് കിട്ടും. 615 ടെസ്റ്റ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ. 618 എന്ന് പറയുന്നത് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഇതും നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. ഓക്കെ, നമ്മളെ കാര്യമല്ലത്. ഓക്കെ, എന്നിട്ട് എന്തിനാ സാർ ഇവിടെ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു. ഓരോ കോഴ്സിന് നേരെ നിങ്ങൾ ഈ കോഡുകളൊക്കെ കാണും. അപ്പോൾ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങളത് മാത്രമേ നിങ്ങൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഇത് കൊടുക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെച്ചത്. 623 എന്ന് പറയുന്നത് മൈക്രോബയോളജി എഴുതുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ട കോഡാണ്. ഈ മൈക്രോബയോളജീൻ്റെ പാർട്ടിൽ 50% മൈക്രോബയോളജി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 15% ബോട്ടണി ഉണ്ടാവും, 15 സുവോളജി ഉണ്ടാവും, 15% ബയോടെക്നോളജി ഉണ്ടാവും, 5% എൻവയോൺമെന്റൽ സയൻസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചും കൂടി ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും MSc മൈക്രോബയോളജിക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം 50% മൈക്രോബയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ഗ്രാജുവേറ്റ് ലെവൽ മൈക്രോബയോളജി പഠിച്ച ആൾക്ക് ഈ 50% കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്രയും ഇൻട്രസ്റ്റഡ് ആണ് മൈക്രോബയോളജിയിൽ എങ്കിൽ മാത്രം നിങ്ങളിത് കൊടുത്താൽ മതി. ഇത് പഠിക്കാൻ വേണ്ടി പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ കോഴ്സിന് അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടതില്ല. 625 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഫോറൻസിക് സയൻസ് ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, ഫീസ് കുറച്ചധികമാണ് സ്റ്റിൽ, പക്ഷേ സുവോളജിക്ക് ഇക്വലൻസ് അല്ല എന്നൊക്കെ കാര്യങ്ങൾ മാറ്റി വെച്ചാലും ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. എസ്പെഷ്യലി കുസാറ്റിൻ്റെ ഫോറൻസിക് സയൻസ്. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഫോറൻസിക് സയൻസ് ഉണ്ട്. ഓരോ യൂണിവേഴ്സിറ്റീൻ്റെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഓക്കെ, ഇപ്പം ഫോറൻസിക് സയൻസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഡെഫിനറ്റ്ലി 150 ക്വസ്റ്റ്യൻസ്, ഒരുവിധം എല്ലാ ടെസ്റ്റിലും 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. വിത്ത് ഈക്വൽ വെയിറ്റേജ് ഗിവൺ ടു ഫിസിക്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു, കെമിസ്ട്രി ഉണ്ട്, ദെൻ ബയോളജി ഉണ്ട്, ഇതിൽ ഫോറൻസിക് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വരും. അപ്പം നമ്മൾ ഒരു സുവോളജി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി ഫിസിക്സ് കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, കെമിസ്ട്രി ബയോളജി കവർ ചെയ്തിട്ടുണ്ടാവും, ബോട്ടണിയും സുവോളജിയും കവർ ചെയ്തിട്ടുണ്ടാവും, കെമിസ്ട്രിയും കവർ ചെയ്തിട്ടുണ്ടാവും. അവർ ഡിഗ്രിക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ മാത്രമേ ക്വസ്റ്റ്യനിൽ അപ്പിയർ ചെയ്യുള്ളൂ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. 1 സെക്കൻഡ് ഒന്ന് ചാർജിന് വെച്ചോട്ടോ. ഓക്കെ, അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഫിസിക്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും ഫോറൻസിക് സയൻസിൻ്റെയും ബേസ്ഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സ്റ്റിൽ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം എല്ലാവരും ഇത് പഠിച്ചിട്ട് തന്നെ എഴുതുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പം തമ്മിൽ വേദം തൊമ്മൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രകാരം ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കാം. നിങ്ങൾ ശ്രമിക്കാവുന്ന ഒരു കോഴ്സാണ് ഫോറൻസിക് സയൻസ്. നന്നായിട്ട് പഠിച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും. അപ്പം ഫിസിക്സ് നിങ്ങൾ +2 ഫിസിക്സ് ഒക്കെ ഒരുവിധം ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഫോറൻസിക് സയൻസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് തീരെ ഒരു ഓപ്ഷൻ അല്ലാത്ത ഒരു കണ്ടന്റ് ആയിട്ട് വരിക.
നൗ ബയോ എത്തിക്സ് അതും വേറെ തന്നെ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞു. 626 ആണ് അതിൻ്റെ ടെസ്റ്റ് കോഡ്. അതിൽ 2 പാർട്ടായിട്ടാണ് എക്സാം നടക്കുക. ഇതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ള ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ബയോ എത്തിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പം ബയോളജിക്കലി നമ്മൾ കാണിക്കേണ്ടുന്ന എത്തിക്സുകളാണ്. അപ്പം അതിൽ ഒന്നാമത്തെ പാർട്ടിൽ നിങ്ങൾ പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ നോളജ്, ഓക്കെ, അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ അനലിറ്റിക്കൽ റീസണിങ്ങും കാപ്പബിലിറ്റി അത് നോക്കാൻ വേണ്ടിയിട്ട് 50 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 100 ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 1 ഉണ്ടാവും. പിന്നെ ഒരു 150 ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 2 ഉണ്ടാവും, അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 2. അത് എത്രയാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. പ്രൊഫഷൻസി ഇൻ ലോ ആൻഡ് ലൈഫ് സയൻസസ്, അതെന്തും വരാം, ഇന്നതാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എസ്പെഷ്യലി നമ്മുടെ പേറ്റൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പം ലൈസൻസ് എന്ന് പറയുമ്പോൾ അവിടെ നോർമൽ ഫിസിയോളജിയോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ സംസാരിക്കുക. പേറ്റൻറ്റുമായിട്ടോ അല്ലെങ്കിൽ എത്തിക്കലി നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ലൈസൻസ് കണ്ടന്റ് മാത്രമായിരിക്കും അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുക. കുറച്ച് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് വരിക. അപ്പം അതുകൊണ്ട് അത്രയും താല്പര്യമുള്ളവർ മാത്രം ആ കോഡ് അഡീഷണൽ ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ 623, 625, 626 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കടുപ്പാണ് ഈ ടെസ്റ്റ് കോഡുകൾ. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിന് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, 625 ഞാൻ ടോപ്പ് പ്രിഫർ ചെയ്യുന്ന, ഈ 3 എണ്ണത്തിൽ ഏറ്റവും ടോപ്പായിട്ട് പ്രിഫർ ചെയ്യുന്ന, റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഈ 625 ഫോറൻസിക് സയൻസ് ആണ്, മറൈൻ സയൻസ് കഴിഞ്ഞാൽ. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ, ടെസ്റ്റ് കോഡ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 615 എന്ന് പറയുന്ന ടെസ്റ്റ് കോഡ്, ഞാൻ പറഞ്ഞു 1200 നിങ്ങൾക്ക് 2 ടെസ്റ്റ് കോഡാണ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, 615 എന്ന് പറയുന്ന സുവോളജി ടെസ്റ്റ് കോഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറൈൻ ബയോളജി, ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, ഫിഷറി സയൻസ്, ഇത് 3 നിങ്ങൾക്ക് കവർ ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ ഈ 3 MSc കോഴ്സസിൻ്റെയും അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ പരിഗണിക്കപ്പെടും ഈ 615 ടെസ്റ്റ് കോഡുള്ള സുവോളജി എക്സാം എഴുതി കഴിഞ്ഞാൽ. ഓക്കെ, ഇനി 601 ബയോടെക്നോളജി എന്ന് പറയുന്ന ചോയ്സ്. ഇവിടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ 615 കൂടെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിഫക്റ്റ്. നമുക്ക് ഒന്നിക്കിൽ 601 എഴുതാം, അല്ലെങ്കിൽ 615 എഴുതാം എന്നതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഡേ സെയിം ടൈം 9 to 11 സെയിം സമയത്താണ് ഈ 2 എക്സാം നടക്കുക. 9 മണി, രാവിലെ 9 മണി തൊട്ട് 11 മണി വരെ സെയിം സമയത്ത് 2 എക്സാം നടക്കും. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇത് രണ്ടും ഒന്നിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ 615 ചൂസ് ചെയ്യുക. ഇനി സുവോളജി എന്ന് പറയുന്ന ഒരു സംഗതി താല്പര്യമേ ഇല്ല, നിങ്ങൾക്ക് ബയോടെക്നോളജിയാണ് പോകേണ്ടത് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ചൂസ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയാൽ നിങ്ങൾ ഇപ്പം ഈ ഒരു കോമ്പിനേഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടത്, ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, ഫിഷറി സയൻസ് അല്ല നിങ്ങളുടെ കോമ്പിനേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഈ 601 ചൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ സുവോളജി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറയും എന്നേ ഉള്ളൂ. 601 ചൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബയോടെക്നോളജി, എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജി, മറൈൻ ബയോളജി, ഈ 3 കോഴ്സുകൾക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ പരിഗണിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം 601 എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഈ 601 ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു, ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 601 ഡീറ്റെയിൽസിലാണ് നമ്മൾ എന്ത് കണ്ടത് അല്ലേ? ബയോടെക്നോളജി ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആയിട്ട്, ബോട്ടണിയും ഉണ്ടാവും, അതിൽ കെമിസ്ട്രി ഉണ്ടാവും എന്നുള്ളൊരു അഡീഷണൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സുവോളജി ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, അപ്പം സുവോളജി, ബോട്ടണി, കെമിസ്ട്രി, ബയോടെക്നോളജി. ഇതിൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ബയോകെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഒരു കുറച്ചധികം കണ്ടന്റ് പഠിക്കേണ്ടി വരും എന്നേ ഉള്ളൂ. 615 നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കോഴ്സുകൾ നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ടെസ്റ്റ് കോഡ് എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കാം. ഇതിൽ ഈ സംശയങ്ങളൊന്നും ഞാൻ ഇനി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ ഈ സ്ലൈഡും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം തരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം സുവോളജി ബേസ്ഡ് ആയിട്ടുള്ള എക്സാം നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ 615. പക്ഷെ അതിന് ടാർഗറ്റ് കോഴ്സസ് എന്ന് പറയുന്നത് MSc മറൈൻ ബയോളജി, ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, ഫിഷറി സയൻസ് ആയിരിക്കും. ഇനി സുവോളജി ബേസ്ഡ് ആയിട്ടുള്ള എക്സാം അല്ല, ബയോടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ് നിങ്ങൾ എഴുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടണി, സുവോളജി, ബയോടെക്നോളജി, കെമിസ്ട്രി, ഈ കണ്ടന്റ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അപ്പം അങ്ങനെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 601 നിങ്ങളുടെ ടെസ്റ്റ് കോഡ് എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 കോഴ്സുകൾക്ക് അഡ്മിഷന് ഈ 601 റിസൾട്ട് പരിഗണിക്കും. ബയോടെക്നോളജി, എൻവയറൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി, മറൈൻ ബയോളജി. ഇത് രണ്ടും ഒന്നിച്ച് കൊടുക്കാൻ ഞാനും എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇത് രണ്ടിൻ്റെയും എക്സാം ടൈം സെയിം ആയിരിക്കും, സെയിം ഡേറ്റ് ആയിരിക്കും. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്നേ നിങ്ങൾ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കൊടുക്കാവുള്ളൂ. അടുത്ത സെക്കൻഡ് ചോയ്സ് ആയിട്ട് നിങ്ങൾ ഡിപ്പെൻസ് ഓൺ യുവർ എബിലിറ്റി, യു ഹാവ് ടു ചൂസ് എനി വൺ ഓഫ് ദിസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡേറ്റ് വേറെ ആയിരിക്കും. 623 വേറെ ഡേറ്റിനായിരിക്കും, 625 വേറെ ഡേറ്റിനായിരിക്കും, 626 വേറെ ഡേറ്റ് ഇൻ ദ സെൻസ് സമയം. ഒരേ ഡേറ്റിന് തന്നെ എക്സാം നടക്കുമായിരിക്കും, പക്ഷെ സമയം മാറ്റായിരിക്കും. അപ്പം നിങ്ങൾ സെക്കൻഡ് ചോയ്സ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ ഏതെങ്കിലും ഒരു വിഷയമായിരിക്കണം നിങ്ങൾ സെക്കൻഡ് ചോയ്സ് കൊടുക്കേണ്ടത്. അപ്പം മോർ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്നുണ്ടെങ്കിൽ മൈക്രോ ബയോളജി ആയിരിക്കും കൊടുക്കേണ്ടത്. 50% മൈക്രോ ബയോളജി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിന് മൈക്രോ ബയോളജി പ്രിഫർ ചെയ്യുന്ന ഏത് ബുക്കാണ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെന്നുള്ളത് ഞാൻ പിന്നീട് മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ചോദിച്ചാൽ മതി. ഫോറൻസിക് സയൻസ് കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കാം, ബയോഎത്തിക്സ് കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കാം. സോ ഇനി വൺ ഓഫ് ദിസ് ആയിരിക്കണം നിങ്ങളുടെ സെക്കൻഡ് കോഡ്, ഇനി വൺ ഓഫ് ദിസ് ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് കോഡ്. അപ്പം ഫസ്റ്റ് കോഡ് 615 അല്ലെങ്കിൽ 601. സെക്കൻഡ് ടെസ്റ്റ് കോഡ് നിങ്ങൾ കൊടുക്കേണ്ടത് 623 അല്ലെങ്കിൽ 625 അല്ലെങ്കിൽ 626. അപ്പം നിങ്ങളെ കോഴ്സ് പ്രിഫറൻസ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ടെസ്റ്റ് കോഡ് കൊടുക്കേണ്ടത്. 615 ഇൻഡസ്ട്രിയൽ ഫിഷറീസും അതുപോലെ തന്നെ ഫിഷറീസ് സയൻസ് MSCയും വരും. അതേസമയം 601 ഇത് രണ്ടും വരില്ല, മറിച്ച് എൻവയറൺമെന്റൽ സയൻസും ബയോടെക്നോളജിയാണ് വരിക. കോമൺ ആയിട്ട് രണ്ടിനും മറൈൻ ബയോളജി ഉണ്ട്. കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കും. നിങ്ങൾ അടുത്ത സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കോഴ്സ് കോഡുമായിട്ട്, ടെസ്റ്റ് കോഡുമായിട്ട്, കോഴ്സ് കോഡല്ല ടെസ്റ്റ് കോഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ആരും ചോദിക്കുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത സെഷനിലേക്ക് പോവാം. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ടെസ്റ്റ് കോഡിൽ നേരത്തെ മെൻഷൻ ചെയ്ത സാധനം തന്നെ, അതൊന്ന് നമ്മൾ ലിങ്ക് ഇട്ടുന്നേ ഉള്ളൂ പേജിലേക്കുള്ള, അതായത് സിലബസിലേക്കുള്ള ലിങ്ക് കൊടുത്തുന്നേ ഉള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ മാർക്സ് വരുന്നത്, റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ നല്ല മനസ്സിലുണ്ടാവണം. നമ്മൾ വിചാരിക്കും ഒരേ കോഴ്സ് ഒരേ എക്സാം, ഇപ്പോൾ ബോട്ടണിക്കാർക്കും മറൈൻ ബയോളജി എഴുതാം, സുവോളജിക്കാർക്കും മറൈൻ ബയോളജി എഴുതാം. എന്തിൻ്റെ ബേസിലാണ് അവിടെ അഡ്മിഷൻ റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്നുള്ളൊരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എനിവേ 150 ക്വസ്റ്റ്യനിൽ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ട് മാക്സിമം 450 മാർക്കാണ് നിങ്ങളെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ ഓരോ റോങ് ആൻസറിനും 1 മാർക്ക് വെച്ചിട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 35% റിഡക്ഷൻ ഉണ്ടാവും, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. നോർമലി നമ്മൾ 25% ആണ് സാധാരണ കാണാറ്, പക്ഷേ ഇവിടെ 35% നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ഇപ്പം 450 നിങ്ങൾ കുറേ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, 150 ക്വസ്റ്റ്യനിൽ നിങ്ങൾ 140 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ 140 × 3 എന്ന് പറയുന്നത് 420. ഓക്കെ, 30 ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ അറ്റൻഡ് ചെയ്തു, പക്ഷെ അത് നെഗറ്റീവ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മൈനസും ചേർത്ത് നിങ്ങളുടെ മാർക്ക് 390 ആയിരിക്കും. ഇതാണ് മാർക്ക് എന്ന് പറയുന്നത്. മാർക്കും സ്കോറും ഇങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ മാർക്കിൻ്റെ ബേസിലല്ല നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, മറിച്ച് പെർസെൻറ്റേജ് സ്കോറിൻ്റെ ബേസിലായിരിക്കും. ഓക്കെ, സോ പെർസെൻറ്റേജ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറൈൻ ബയോളജി എഴുതുന്ന കുട്ടികൾ എന്ന് പറയുന്നത് പല ടെസ്റ്റ് കോഡുകൾ വെച്ചിട്ടായിരിക്കും അതിൻ്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു മാർക്ക് വെച്ചിട്ട് ഒരിക്കലും അത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. രണ്ടാമത്തെ കാര്യം, ടൈ വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ പെർസെൻറ്റേജ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമുല വരുന്നത്. പ്രോസ്പെക്ടസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോർമുല വെച്ചിട്ടായിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റും റാങ്ക് ലിസ്റ്റിനുള്ള സ്കോർ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ ദ ടെസ്റ്റ് ആണ്. ഓക്കെ, ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് എത്ര കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്തു, അത് പല കോഡുകളിലാവാട്ടോ, പല കോഡുകളിലായിട്ട് ടോട്ടൽ എത്ര കാൻഡിഡേറ്റ്സ് ആ ടെസ്റ്റിൽ അപ്പിയർ ചെയ്തു, അതാണ് n. +1 - p ആണ്. p എന്ന് പറയുന്നത് പൊസിഷൻ അക്കോർഡിംഗ് ടു ദി കാറ്റ് സ്കോർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്കോർ 390 എന്ന് പറയുന്ന സ്കോർ ഏത് പൊസിഷനിലാണ് വരിക. ചിലപ്പോൾ 10ാം റാങ്ക് ആയിരിക്കും, ചിലപ്പോൾ 30 ആയിരിക്കും. ആ നമ്പറിനെയാണ് ഇവിടെ p എന്ന് പറയുന്നത്.
ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ദെൻ n നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് അപ്പിയറിംഗ് ഫോർ ദ ടെസ്റ്റ് ആണ് n എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. n ഇതേ സെയിം നമ്പർ തന്നെ ഇവിടെയും കൂടെ ഒന്നും കൂടെ ഇടുകയാണ്. അതിനെ എസ് കൊണ്ട് ഗുണിക്കും. ഈ ഒരു ടോട്ടൽ റിസൾട്ടിനെ എസ് കൊണ്ട് ഗുണിക്കും. എസ് എന്ന് പറയുന്നത് ആക്ച്വൽ സ്കോർ ഓഫ് ദ കാൻഡിഡേറ്റ്. ഓക്കെ, അപ്പം ഇത് റാങ്ക്. ഈ സ്കോർ ഉണ്ടല്ലോ, നിങ്ങൾ 390 കിട്ടിയെന്ന് വിചാരിക്കുക. ആ 390 കൊണ്ട് ഗുണിക്കും. എന്നിട്ട് അതിനെ 100 കൊണ്ട് വീണ്ടും ഗുണിക്കും. അങ്ങനെ കിട്ടുന്ന സ്കോറാണ് പെർസെൻറ്റേജ് സ്കോർ എന്ന് പറയുന്നത്. ഈ പെർസെൻറ്റേജ് സ്കോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് സ്കോർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിലപ്പം 90, മറ്റേതാകുമ്പോൾ 99 പോയിന്റ് സംതിങ് ഉണ്ടാവുള്ളൂ. ഇവിടെ പെർസെൻറ്റേജ് സ്കോറിൽ 99.9235 എന്ന് പറയുന്ന ഒരു നമ്പർ വരും. അടുത്ത ആളത് 9234 എന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കിയേ 0.0001 സ്കോറ് അധികമുള്ള ഇയാൾ ആദ്യം കയറും. നമ്മളല്ലാതെ കണക്ക് കൂട്ടുമ്പോൾ ചിലപ്പോൾ 99 അങ്ങ് നിൽക്കും. ഇപ്പം 99 ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത്രയും ഡെസിമൽ പോയിന്റ്സുകൾ വരുന്ന കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പം ഈ സ്കോർ നോക്കിയാൽ നിങ്ങൾ ഇത്രയും വരുന്ന ഈ ലോ സ്കോറിൽ തന്നെ റാങ്ക് മാറും. കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ മാത്രം തന്നെ നിങ്ങൾ ഒരു 20-30 റാങ്ക് താഴോട്ട് വീഴും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് തെറ്റിക്കുക. നിങ്ങൾ എഴുതാണ്ടിരുന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ എഴുതിയിട്ട് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ 4 മാർക്കാണ് പോവുക. -1 എന്ന് പറയുമ്പോഴും അൾട്ടിമേറ്റ്ലി അത് 4 മാർക്കാണ് പോകുന്നത്. അതേസമയം നിങ്ങൾ എഴുതാതിരുന്നാൽ നിങ്ങളെ 3 മാർക്കേ പോകുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അറിയാത്ത കാര്യങ്ങൾ എഴുതാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അവന് ടൈ വന്നു എന്ന് വിചാരിക്കുക നിങ്ങൾ. ഇപ്പോൾ ഒരേ സ്കോർ തന്നെ വന്നു. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത 99.9235 എന്ന് പറയുന്ന സ്കോർ രണ്ടാൾക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ രണ്ടാൾക്ക് വന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കറക്റ്റ് ആൻസർ ആർക്കാണോ കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 300, ഫോർ എക്സാമ്പിൾ ഞാൻ ചെറിയൊരു മാർക്ക് ഇടാം, 12 മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി 4 കറക്റ്റ് ആൻസർ. അത് 4 × 3 12 ആവും. അതേപോലെ ഈ 12 എന്ന് പറയുന്ന മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചിലപ്പം അയാൾക്ക് എന്ത് വേണ്ടിയിരുന്നേക്കും, കറക്റ്റ് ആൻസർ ചിലപ്പം 5 or 6 കറക്റ്റ് ആൻസറിലേക്ക് പോകേണ്ടി വന്നേക്കാം ഫസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ചിട്ട്. അതിൻ്റെ കൂടെ മൈനസും കൂടെ വന്നതിന് ശേഷമായിരിക്കും ഇയാൾക്ക് 12 എന്ന് പറയുന്ന മാർക്ക് വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 6 കറക്റ്റ് ആൻസർ ഇയാൾക്ക് വേണ്ടി വന്നു 12 എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്താം എന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ടോപ്പ് റാങ്ക് എന്ന് പറയുന്നത് 4 കറക്റ്റ് ആൻസർ കൊണ്ട് 12-ലെത്തിയ ആളായിരിക്കും കറക്റ്റ് ടോപ്പിലേക്ക് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12-12 രണ്ടാളെയും സ്കോർ സെയിം ആണ്, ടൈ ആണ്. പക്ഷെ ഇവിടെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് എത്തുന്ന ആള് ഈ പറയുന്ന 4 കറക്റ്റ് ആൻസർ കൊണ്ട് 12 മാർക്ക് വാങ്ങിച്ച ആളായിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടൈ വന്നു കഴിഞ്ഞാൽ ടൈ ബ്രേക്കറായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാവണം. എന്നാലും നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോഴും ഒരു സീരിയസ്നെസ് ഉണ്ടാവുള്ളൂ. നൗ ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ എന്ന് പറയുന്നത് ഐ വിൽ ഷെയർ. നമ്മൾ ലാസ്റ്റ് സെഷനിലേക്ക് നമ്മൾ പറയാം. ആ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം പറയാം. ഫീസ് സ്ട്രക്ചർ ഏകദേശം ഇത്രയാണ് വരിക. നമ്മൾ ഒരുവിധം എല്ലാ കോഴ്സിനും ബയോടെക്നോളജി, മൈക്രോബയോളജി, മറൈൻ ബയോളജി, എൻവയോൺമെൻറ്റൽ സയൻസ്, ഇൻഡസ്ട്രിയൽ ഫിഷറീസ് വരെ 7410 ആണ്. ഇത് കൂട്ടിയാലും 10,000 താഴെ കൂടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് കൂടില്ല. ഫിഷറി സയൻസിന് കുറച്ച് ഫീസ് അധികമാണ്. സെമസ്റ്ററിൽ 18,760 രൂപ ആണ് ഇപ്പം കറണ്ട് ഫീസ് എന്ന് പറയുന്നത്. അത് മാറിയേക്കാം, മാറാതിരിക്കാം, ഡിപ്പെൻസ്. ഫോറൻസിക് സയൻസ് ഞാൻ പറഞ്ഞു 22,700 ആണ് അതിൻ്റെ ഫീസായിട്ട് വരുന്നത്. പെർ സെമസ്റ്റർ ആണ്. നമുക്കറിയാം MSc എന്ന് പറയുന്നത് 4 സെമസ്റ്റർ ചേർന്നിട്ടുള്ള ഒരു കോഴ്സാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പം 8,000 താഴെയാണ് ബേസിക് കോഴ്സുകൾക്കൊക്കെയുള്ള ഫീസ്. ഫിഷറി സയൻസിനാണ് നേരെ ഡബിളിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ വരുന്നുള്ളത്, 18,760. അതിന് കുറെ കൂടിയിട്ടാണ് ഫോറൻസിക് സയൻസിന് വരുന്നത്. അപ്പോൾ ഡിമാൻഡ് അനുസരിച്ചിട്ട് അതിൻ്റെ കോഴ്സിൻ്റെ ഫീസും കുറച്ച് കൂടുതലായിരിക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ PSMO സ്റ്റുഡൻസിനോടല്ല ഞാൻ പറയുന്നത്, പുറത്തുനിന്നുള്ള ആൾക്ക് എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. ഇതെൻ്റെ നമ്പറാണ്. എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് സംശയം ചോദിക്കാവുന്നതാണ്. ഞാൻ ബിസി അല്ലെങ്കിൽ ഫോൺ എടുക്കും, ബിസി ആണെങ്കിൽ ഫോൺ എടുക്കില്ല.
അത് ഞാനിപ്പോഴേ പറയുകയാണ്. കാരണം നിങ്ങൾ ഫോൺ നമ്പർ തന്നിട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റുമായിട്ട് നിൽക്കരുത്. ഞാൻ ബിസി അല്ലെങ്കിൽ എടുക്കുകയുള്ളൂ. അപ്പം പോസിബിളി നിങ്ങൾ ഈവനിങ് ടൈമിൽ വിളിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ബിസി ആയിരുന്നു, നിങ്ങളെ മിസ് കോൾ കണ്ടാലും ഞാൻ തിരിച്ച് വിളിക്കില്ല. ബിക്കോസ് സേവ്ഡ് അല്ലാത്ത അൺനോൺ നമ്പറാണ്. വളരെ റെയർ സിറ്റുവേഷനിൽ മാത്രമേ ഞാൻ തിരിച്ച് വിളിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വിളിക്കാനുള്ള ചോയ്സും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഒരു 5 മണിക്ക് ശേഷം, വൈകുന്നേരം 5 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ രാവിലെ 8 മണിക്ക് മുമ്പോ ആയിട്ട് വിളിച്ചാൽ മാത്രമേ എന്നെ കിട്ടുള്ളൂ. SMO സ്റ്റുഡൻസിനോടല്ല പറയുന്നത്, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസിനോടാണ് പറയുന്നത്. നൗ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ വർഷം 615 എന്ന് പറയുന്ന ടെസ്റ്റ് കോഡ് സുവോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കണ്ടന്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 36% ക്വസ്റ്റ്യൻസ് ആണ് പ്യൂർ സുവോളജി. ഞാൻ അന്ന് ഓറിയന്റേഷനിൽ പറഞ്ഞായിരുന്നു കുസാറ്റിൻ്റെ എൻട്രൻസിൽ 40% ആണ് സുവോളജി കണ്ടന്റ് ഉണ്ടാവുക, പ്യൂർ സുവോളജി കണ്ടന്റ് ഉണ്ടാവുക. പിന്നെ 30% എക്കോളജി എവല്യൂഷൻ പാർട്ട് എന്നാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. ആൻഡ് 34% ആണ് ബയോകെമിസ്ട്രി, സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, ബയോ ഇൻഫോർമാറ്റിക്സ്. ഈ പോർഷൻ നിന്ന് എല്ലാം കൂടി വന്നത് 34% ആണ്. അപ്പോൾ സുവോളജി ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 36%. ഇത് 40 വരെ പോകാം, 40 അല്ലെങ്കിൽ 45 വരെയൊക്കെ പോകാം ഈ പ്യൂർ സുവോളജി കണ്ടന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂർ സുവോളജി പഠിക്കുക എന്നുള്ളതാണ് മെയിൻ പോർഷൻസ്. ഓക്കെ, 36% നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 50-55 ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 52 ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ഓക്കെ, അപ്പം 36% ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഡിപ്പെൻസ്, 45 വരെ പോകാം. ഓക്കെ, അത് എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ സുവോളജി നിങ്ങൾ പഠിക്കാതെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകരുത്. അടുത്ത നിങ്ങൾ സെക്കൻഡ് പ്രിഫർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് എക്കോളജി എവല്യൂഷൻ ആണ്. അതിൽ നിന്നാണ് മേജർ കണ്ടന്റ് കഴിഞ്ഞ വർഷം വന്നത്, പിന്നെ ബാക്കിയുള്ള കണ്ടന്റ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് 120 മിനിറ്റ് ആയിരിക്കും ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ചിലപ്പം എന്തെങ്കിലും കാരണത്താൽ അത് മാറ്റിയാലേ ഉള്ളൂ. എനിവേ പ്രപ്പോസ്ഡ് ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ തന്നെയാണ്, 120 മിനിറ്റ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റിൽ താഴെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 50 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 50 സെക്കൻഡ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ അവസാനത്തെ റിവ്യൂവിനും കൂടെയുള്ള ടൈം കണ്ടെത്തണം. ഒരു 45 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾ ആൻസർ കണ്ടെത്തി മാർക്ക് ചെയ്യണം. നമ്മൾ കണ്ടെത്തിയാൽ മാത്രം പോരല്ലോ, ബബിൾ ചെയ്യണം. ആ ബബിൾ ചെയ്യാനും കൂടെയുള്ള ടൈം നിങ്ങൾ കണക്കാക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ചില ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതിന് കുറേ സമയം എടുക്കേണ്ടി വരും. ചില ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും, അത് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട്, അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആലോചിച്ചോതിരിക്കാതെ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തൊരു സാധനമുണ്ട്, PSMOയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മെൻറ്റർ അസിസ്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് പ്ലാറ്റ്ഫോം. ഇത് PSMO കോളേജ് സ്റ്റുഡൻസിന് നോക്കണ്ട, കാരണം നിങ്ങൾ ഓൾറെഡി അതിൻ്റെ പാർട്ടാണ്. അല്ലാത്ത പുറത്തുള്ള സ്റ്റുഡൻസിനോടാണ് ഇത് പറയുന്നത്. അങ്ങനെ താല്പര്യമുള്ളവർ ഈ QR കോഡ് സ്കാൻ ചെയ്യുക, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് നോക്കിയാൽ മതി. ഈ ഗൂഗിൾ ഫോം ഞാൻ ഈ QR കോഡ് നിങ്ങളിപ്പം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് വേറെ ഏതെങ്കിലും മൊബൈലിലൂടെ നിങ്ങളത് ഫില്ല് ചെയ്താൽ മതി. എടുത്തു വെച്ചെന്ന് വിചാരിക്കുന്നു. നമുക്ക് ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ്സും നോക്കാം. നമുക്ക് ഇതാണ് ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളെ മെയിൻ പ്രിഫറൻസ് ഉള്ള സംഗതികൾ. ഇപ്പം 10th നിങ്ങൾ ബയോ എത്തിക്സിൻ്റെ എക്സാം വരിക. ഓക്കെ, 10th മെയിൽ. ഓക്കെ, അത് 2:30 തൊട്ട് 4:30 വരെയാണ് ഇപ്പോൾ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. 626 ടെസ്റ്റ് കോഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ചില ടെസ്റ്റുകൾ ഒന്നിച്ചായിരിക്കും. ഇപ്പോൾ 601, 615 ഒക്കെ ഒന്നിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ 611 ഇതിൻ്റെ കൂടെ ചേർന്ന് വരുന്നുണ്ട്. അപ്പം ഇത് 9 to 11 ആണ്, സെയിം ഡേറ്റ് സെയിം ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ 601, 615 നിങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഒന്നേ കൊടുക്കേണ്ടുള്ളൂ എന്ന് പറഞ്ഞത്.
രണ്ടും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനാണ് വരിക. ഏതാണ് വരുന്നത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ 601ഉം 615ഉം ഒന്നിച്ച് കൊടുക്കരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾ സുവോളജി പഠിച്ച അവസാനം ബയോടെക്നോളജീൻ്റെ അപ്പിയറൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻസ് അതായിരിക്കും വരിക. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരു കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചതാണ്. രണ്ടും കൊടുത്തുകൊണ്ട് ആ കുട്ടി പഠിച്ചത് സുവോളജി ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിനായിരുന്നു, 15 പഠിച്ചത്, പക്ഷേ വന്നത് 601 എന്ന് പറയുന്ന ടെസ്റ്റ് കോഡായിരുന്നു. അതുകൊണ്ട് ബയോടെക്നോളജി കണ്ടന്റ് അധികമുള്ള കെമിസ്ട്രി അടക്കമുള്ള എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, ഫെയിലായി. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ഏതാണോ പഠിക്കാൻ ചാൻസ് ഉള്ളത് അതിനനുസരിച്ചുള്ള കോഡേ കൊടുക്കാവുള്ളൂ. ഇതൊക്കെ ഒന്നിച്ചാണ് ഉണ്ടാവുക. പിന്നെ അടുത്ത 623 മൈക്രോബയോളജി. അതും സെയിം ഡേറ്റ് ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ടൈം ആണ്. 12:30 to 2:30 ആണ് വരുന്നത്. ഇത് ഷെഡ്യൂളിൽ ഡേറ്റ് മാറിയാലും എക്സാം കോമ്പിനേഷൻസ് മാറില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾ അതങ്ങനെ വിചാരിച്ചത് മാറുമെന്ന് വിചാരിച്ചിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അടുത്തത് ഫോറൻസിക് സയൻസ് ആണ്, 625. അത് 12th മെയ്യിലാണ് നടക്കുക, 2:30 to 4:30 PM. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സെൻറ്റർ കൊടുക്കാവുന്നതാണ്. ഏത് പുറത്താണെങ്കിൽ പുറത്ത്, അല്ലെങ്കിൽ അകത്താണെങ്കിൽ കേരള സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ കേരള സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിസ്ട്രിക്റ്റ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റ് ആവാം. പക്ഷേ ഇതൊക്കെ ഒരു ചോയ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ നമുക്ക്?